NIA മുൻ SP ആയിട്ടുള്ള ശ്രീ TK രാജ്മോഹൻ ചേരുന്നു. സ്വാഗതം ശ്രീ രാജ്മോഹൻ. നമുക്കറിയാം കോഴിക്കോട് NCHDR എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ 1-ാം പ്രതിയുടെ വീട് സന്ദർശിച്ചിരിക്കുന്നു. അവർ മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വീട് സന്ദർശിച്ചത്, അവിടുത്തെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്രയും വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഒരാളുടെ വീട് സന്ദർശിക്കുന്നത് എങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തനമാകും? അതിനെ ആ നിലയിൽ കാണാൻ കഴിയുമോ ശ്രീ രാജ്മോഹൻ? അല്ല, അതില് മെയിൻ നമുക്ക് കാണാൻ പറ്റുക ഈ ഓർഗനൈസേഷന്റെ ഉദ്ദേശം എന്താണ്. അത് മനുഷ്യാവകാശ ലംഘനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, അതുമായി ബന്ധപ്പെട്ട ജോലിയാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഓർഗനൈസേഷൻ ഒരു 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 കാമഫ്ലാഗ് ചെയ്ത്, അതായത് ഒരു മറയാക്കി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനായിട്ടാണ് കണ്ടുവരുന്നത്. ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഐദർ പഴയ SDPIക്ക് അനുഭാവികളോ അല്ലെങ്കിൽ പഴയ ബാൻ ചെയ്ത ഓർഗനൈസേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ് കാണുന്നത്. പക്ഷെ അവർ ഇതിന്റെ മറവിലാണ് ഈ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് നിന്നത്. അപ്പൊ കുറെ കാലങ്ങളായിട്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന പല ആൾക്കാരും, പല അനുഭാവികളും ചില ഇങ്ങനെയുള്ള സംഘടനകൾ ഫോം ചെയ്യും. അതായത് അതായത് ജനാധിപത്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി പെർമിറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പേര് മറ്റം ചേർത്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഘടന ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണെന്ന് സംശയിക്കുന്ന ഓർഗനൈസേഷനാണ് ഇത്. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും ഈ ഭാഷയുടെ വീടൊക്കെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അത് തികച്ചും ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. അതിലൊരു ഒരു സംശയം, ഏതെങ്കിലും വിഭാഗം ഒരു സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ NIA പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ചും തീവ്രവാദ പ്രവർത്തനം നടത്തിയ പ്രധാനപ്പെട്ട പ്രതികളുടെ വീട് സന്ദർശിക്കുന്ന സംഘടനകളെയൊക്കെ നിരീക്ഷണ വിധേയം ആക്കുമെന്ന ഉറപ്പല്ലേ ശ്രീ രാജ്മോഹൻ? തീർച്ചയായിട്ടും. കാരണം ഈ ഇന്റലിജൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ IB-ക്കാരുണ്ട്, അപ്പം റിസർച്ച് അനാലിസ്റ്റ് വിങ്ങുകാരുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളും ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുപാട് ഇന്റലിജൻസ് വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യും, ഇവരെ ആക്ടിവിറ്റീസ് ഒക്കെ വാച്ച് ചെയ്യും. അവരിപ്പം ഈ ബാൻ ചെയ്ത ഓർഗനൈസേഷനിലെ പല ആൾക്കാരും അവര് ഈ ബാനിൽ നിന്നും ഒഴിവാക്കാനും അവരുടെ പ്രവർത്തനത്തിനെ വാച്ച് ചെയ്ത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഘടനകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും എല്ലാ അന്വേഷണ ഏജൻസിയുടെയും വളരെ ക്ലോസ് വാച്ചിലാണുള്ളത്. കൂടാതെ അവർ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലോസ് വാച്ച് ചെയ്യും. അവരുടെ ഫർദർ ആക്ടിവിറ്റീസ് നോക്കും. അവരുടെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് നിയമപരമായി വാച്ച് ചെയ്യേണ്ടത് അതൊക്കെ വാച്ച് ചെയ്ത് നമ്മുടെ അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവും തർക്കവുമില്ല.